എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതത്തിനോട് എന്താ ആക്രോശിക്കുകയാണ്. മേലാല് ഈ പടിക്കകത്തേക്ക് കയറിയേക്കരുതെന്ന് പറയണ. പിന്നീട് പറഞ്ഞു ഗെറ്റ് ഔട്ട് എന്ന് പറയണ. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഗൗതം നന്ദയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പിന്നീട് നന്ദ പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണണ്ട. പറഞ്ഞത് കേട്ടില്ല, ഗെറ്റ് ഔട്ട് ഐസ എന്ന് പറയണം. ഇത് കേട്ടപ്പത്തിനും ഗൗതം പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞു. അപ്പോഴേക്കും നന്ദൂട്ടിന് അങ്ങോട്ട് ഇറങ്ങി വന്നു പപ്പാന്ന് പറഞ്ഞോണ്ട്. ഗൗതം പോയി നന്ദൂട്ടിനെ എടുത്തു. പിന്നീട് നന്ദുവിനെ എടുത്തോണ്ട് അങ്ങോട്ട് കാറ് കയറി അങ്ങോട്ട് പോവാണ്. ഈ സമയം നന്ദു നന്ദയെ നോക്കിയിട്ട് ഇങ്ങനെ ടാറ്റയെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ആപ്പാടെ സങ്കടമായിപ്പോയി. നന്ദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. കാരണം നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അതുപോലത്തെ വാക്കുകളൊക്കെയാണല്ലോ ഗൗതം കുറച്ചു മുമ്പ് നന്ദയോട് പറഞ്ഞത്. ഈ സമയം ഇന്ത്യവരത്തില് പിങ്കിയും അരുന്ധതിയും ലക്ഷ്മിയമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അരുന്ധതി പറഞ്ഞു എന്നാലും എനിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറയണം. എന്നാലോ അവൾ ഇങ്ങനെ ഒരുത്തിയായിരുന്നു എന്ന് ചോദിക്കാം. കൃത്യസമയത്ത് തന്നെ മഞ്ജുള വന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു പറയണം. ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അവര് വെറുതെ ചിലപ്പോൾ പറഞ്ഞായിരിക്കും. അവരത്ര നല്ല സ്ത്രീയാന്ന് എനിക്ക് തോന്നില്ല. നന്ദി ഒരിക്കലും അങ്ങനെ പോകുന്ന ഒരു പെൺകുട്ടിയാന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞു നീ എന്തിനാ മോളെ അവളെ ന്യായീകരിക്കുന്നേ? നിനക്ക് അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ പോകുന്ന ഒരു പെണ്ണല്ല ലക്ഷ്മിയമ്മായി. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അത് പിന്നെ നിന്റെ മോനെ അവള് ചികിത്സിച്ച് ഭേദമാക്കുന്നോണ്ടായിരിക്കും നിനക്ക് അങ്ങനെ തോന്നാത്തെ എന്ന് അരുന്ധതി പറയണം. പക്ഷെ സത്യാവസ്ഥ അതൊന്നും അല്ലല്ലോ എന്ന് പറയാ. ഇത് കേട്ടതും ഒരു നിമിഷം പിങ്കി ഒന്ന് ആലോചിച്ചു. അപ്പോഴേക്കാണ് കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടെ. ഗൗതമും നന്ദൂട്ടനും കൂടെ അങ്ങോട്ട് വന്നാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വരുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അരുന്ധതി എന്നിട്ട് ചോദിച്ചു അല്ല ഗൗതം അവിടെ പോയിട്ട് നന്ദനെ നീ കണ്ടോന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഈ ചോദ്യം അവഗണിച്ചുകൊണ്ട് ഗൗതം ലക്ഷ്മിയമ്മയോട് പറഞ്ഞു അമ്മേ ഇത് നന്ദുവിന് വിശക്കുന്നുണ്ടായിരിക്കും, ഫുഡ് എന്തെങ്കിലും കൊണ്ടേ കൊടുക്കാൻ പറയണം. അങ്ങനെ ലക്ഷ്മിയമ്മ നന്ദുവിനെ വിളിച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതി ചോദിച്ചു ഞാൻ പറഞ്ഞത് നീ എന്താ ഉത്തരം പറയാത്തേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗൗതം പറഞ്ഞു ഞാൻ എന്ത് ഉത്തരം പറയണ്ടേ വല്യമ്മേന്ന് ചോദിക്കുകയാണ്. അല്ല ഞാൻ ചോദിച്ചിട്ട് നീ മറുപടി പറഞ്ഞില്ല. നന്ദനെ കണ്ടോ? ഞാൻ നന്ദനെ കണ്ടു എന്ന് പറയാണ്. നന്ദനെ കണ്ടതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാതിരുന്നാ മതി. അതെ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തേക്കാം. നന്ദനെ കുറിച്ചൊരു സംസാരം എന്റെ അടുത്ത് ഇനി വേണ്ട. പറഞ്ഞത് കേട്ടല്ലോ എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകണം. പിന്നീട് പിങ്കിയുടെ അരുന്ധതി പറഞ്ഞു എന്നാലും അവൻ എന്താ എത്ര ദേഷ്യം നന്ദയുടെ കാര്യം പറഞ്ഞപ്പം. ഇത് കേട്ടപ്പോ പിങ്കി പറഞ്ഞു ഗൗതത്തിന് ദേഷ്യം വന്നെങ്കിൽ അതിനർത്ഥം എന്താ? അവര് പറഞ്ഞു കേട്ട് ഗൗതത്തിന് മനസ്സ് വേദനിച്ചെന്നാ. കാരണം നന്ദ ഭാര്യയായിരുന്നില്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഗൗതത്തിന്റെ മനസ്സിലുണ്ടാകത്തില്ലെന്ന് ചോദിക്കുക. അതിന് ഇപ്പം അവന്റെ ഭാര്യ അല്ലല്ലോ നന്ദ. നന്ദ വേറൊരുത്തന്റെ ഭാര്യയല്ലേ? അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ വല്യമ്മേന്ന് ചോദിക്കണം. ആര് പറഞ്ഞു ഉറപ്പിക്കാൻ പറ്റില്ലെന്ന്? അവളുടെ കൂടെ ഒരു കുഞ്ഞില്ലേ, പിന്നെ എന്റെ ഭർത്താവില്ലാത്ത കുഞ്ഞിനെയാണോ അവൾ പ്രസവിച്ചതെന്ന് ചോദിക്കും. അല്ല ആ കുഞ്ഞ് പ്രസവിച്ച തന്നെയാണല്ലേ ആ മഞ്ജുള അവര് വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോയത്. അത് ഉറപ്പായിട്ടുള്ള കാര്യമില്ലേ, പിന്നെ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പിങ്കിക്ക് ഉത്തരം മുട്ടി. പിന്നീട് പിങ്കി പറഞ്ഞു ഗൗതം ഇപ്പൊ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദ ഉണ്ടെന്ന് വേണം കരുതാനായിട്ട്. നന്ദ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ നന്ദയെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗൗതം ഇത്ര രോഷാകുലനാകേണ്ട കാര്യമില്ലായിരുന്നു പറയാം. അരുന്ധതി പറഞ്ഞു അങ്ങനെയാണ് നീ സൂക്ഷിക്കണം മോളെ എന്ന് പറയണം. പിങ്കി പറഞ്ഞു എനിക്കറിയത്തില്ല വല്യമ്മ എന്ത് ചെയ്യണമെന്ന്. എനിക്ക് എന്നെക്കുറിച്ച് പോലും ഇപ്പൊ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിൽ കൂടെ കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കണേന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് കയറിപ്പോയി. അരുന്ധതി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അരുന്ധതി ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് പവിത്രനും കൂട്ടിക്കൊണ്ട് അരുൺ പുറത്തു പോയിരിക്കുക. അങ്ങനെ പവിത്രയ്ക്ക് പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കണം. പ്രഗ്നന്റ് ആയ സ്ത്രീയാണല്ലോ, അപ്പൊ അതിൻ്റെതായ കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ട് അരുൺ കൂട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അരുൺ പറഞ്ഞു നേരത്തെ എൻ്റെ അമ്മ നിന്നെയും കൂട്ടി പുറത്തു പോയിക്കൊണ്ട് ഭൂകമ്പം ഉണ്ടാക്കുന്ന ആളാ. ഇപ്പൊ പക്ഷെ അമ്മ ഇങ്ങോട്ടേക്ക് പറയാം മോളെയും കൊണ്ടൊന്ന് പുറത്തു പോകണം, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, വെളിയിൽ നിന്ന് അവൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്താ ഒരു സ്നേഹം എന്ന് പറയാ. ഇത് കേട്ടാൻ പവിത്രയും ചിരിച്ചു. എന്താ പവിത്ര നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്ത എനിക്ക്? ഒന്നുമില്ല അരുണേട്ടാന്ന് പറയാ. നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ഓർഡർ കൊടുക്കാന്ന് പറയാണ്. ഇത് കേട്ടതും പവിത്ര ഇങ്ങനെ ഒന്നും മിണ്ടായിരുന്നു. എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കും. അരുണേട്ടൻ പറഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ടപ്പം അരുൺ പറഞ്ഞു എനിക്കറിയാം ഈ സമയത്ത് ഗർഭിണിയായ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരുപക്ഷെ മസാല ദോശയോ നെയ്റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലേന്ന് ചോദിക്കുക. പിന്നീട് വെയിറ്റർ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുൺ പറഞ്ഞു എനിക്ക് അപ്പം ചിക്കൻ കറി എന്ന് പറയണം. ഇത് കേട്ടതും പവിത്ര പറഞ്ഞു അതെ എനിക്കും അത് തന്നെ മതി എന്ന് പറയണം. അങ്ങനെ വെയിറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അരുൺ പറഞ്ഞു എന്നാലും നീ കൊള്ളാലോ, നിന്നിൽ നിന്ന് ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ പവിത്രേ, ഇത് വലിയ ചതിയായി പോയെന്ന് പറയണം.
ഇത് കേട്ടൻ പവിത്രവും ഞെട്ടി. ദൈവമേ, തന്റെ വ്യാജ ഗർഭം ഇനി അരുണേട്ടൻ എങ്ങാനും അറിഞ്ഞോ? അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. പെട്ടെന്ന് പവിത്ര ചോദിച്ചു, എന്താ അരുണേട്ടാ? അരുണേട്ട എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ സാധാരണഗതിയിൽ ഗർഭിണികൾക്ക് ഈ സമയത്ത് മസാല ദോശ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിക്കാനല്ലേ ആഗ്രഹം കൂടുതൽ. അപ്പൊ നീ എന്താ അപ്പം ചിക്കൻ കറിയും പറഞ്ഞു? ഓ, അതാണ് ആ കാര്യം. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കുന്നു. ഇത് കേട്ടപ്പോ അരുൺ പറഞ്ഞു, ഇനിയിപ്പം അതെ, വയറ്റിൽ കിടക്കുന്ന മോൻ പറഞ്ഞു കാണുമായിരിക്കില്ലേ, അച്ഛൻ കഴിക്കുന്ന അമ്മയും കഴിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണോന്ന് ചോദിക്കാണ്. ഇത് കേട്ടപ്പോ പവിത്ര പറഞ്ഞു, അതേന്ന് പറയണേ. അല്ല, മോനെന്ന് ആരാ പറഞ്ഞേ? അമ്മ എന്നോട് പറഞ്ഞു. ഇന്ത്യ വരത്തിൽ അവകാശി വരാൻ പോണേ മോന അവനെന്നുള്ള കാര്യം അമ്മ എന്നോട് പറഞ്ഞു പറയാ. ഇത് കേട്ടപ്പോ പവിത്രയ്ക്കാണ് ആകെപ്പാടം നെഞ്ചു വിങ്ങി. ഈശ്വരന്മാരെ, എങ്ങനെ ഇനി അരുണേട്ടനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയും? തന്റെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കാൻ പറ്റും അരുണേട്ടന്? ഈ സമയം അരുൺ പറഞ്ഞു, ഇപ്പൊ എനിക്ക് എന്ത് സന്തോഷം അറിയാവോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത ഭർത്താവ് ഞാനാന്ന് എനിക്ക് ചില നിമിഷങ്ങൾ തോന്നിപ്പോവാ. അധികം വൈകാതെ എന്റെ കുഞ്ഞും കൂടെ വരുമല്ലോ എന്നൊക്കെ പറയാം. ആ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ പവിത്രയ്ക്ക് കുറ്റബോധം കാണാൻ അവിടെ ഇരിക്കാൻ പോലും തോന്നിയില്ല. അപ്പോഴാണ് അരുൺ ആ കാഴ്ച കാണുന്നത്. പവിത്രയുടെ അച്ഛൻ വേറെ പുള്ളിക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കുക. ഇതെങ്ങ നോക്കി, അത് ആരാ നോക്കി? നിന്റെ അച്ഛനല്ലേ നോക്കും. അയ്യോ, നമ്മളെ കണ്ട അരുണേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറയാം. നീ എന്തൊരു മണ്ടിയാടി, എന്തിനാ എഴുന്നേറ്റ് പോന്ന്? അവിടെ ഇരിക്കാൻ പറയണം. വേണ്ട അരുണേട്ടാ, നമുക്ക് പോവാം, പ്രശ്നമൊന്നും ഇല്ലാന്നേ. നീ ഗർഭിണിയാന്നുള്ള കാര്യം പറയാം. അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന് സന്തോഷമാവില്ലെന്ന് ചോദിക്കാം. വേണ്ട അരുണേട്ടാ, ഇപ്പൊ പറയണ്ട, കുറച്ചാൾ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരേന്ന് ചോദിക്കാം. അത് പറ്റില്ല എന്ന് പറയണ. അരുൺ നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ആഹാ അങ്കിളെ, ഓ നീയോ, എന്താടാ ഇവിടെ? നീയും നിന്റെ ഭാര്യയും കൂടെ ചെയ്ത് കൂട്ടി കാര്യങ്ങളൊന്നും മറന്നു പോയിട്ടില്ലേ? അവസാനം ഞാൻ ജയിലിൽ ആയില്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ അങ്ങളെ? അങ്കിൾ ഇങ്ങോട്ട് വരാൻ പറയണം. ഈ സമയം പവിത്ര ഇങ്ങനെ മോഹം കൊടുക്കാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. നീ എന്താടി എനിക്ക് മോഹം തരാതെ കുനിഞ്ഞിരിക്കണം എന്ന് ചോദിക്കുക. അയ്യോ, ഒന്നുമില്ലാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അരുണും നോക്കി. അരുൺ പറഞ്ഞു, അതെ, ഒരു സന്തോഷ വാർത്തയാണ് അങ്കിളെന്ന് പറയാ. സന്തോഷ വാർത്ത? എന്ത്? അങ്കിൾ ഒരു മുത്തശ്ശനാവാൻ പോവെന്ന് പറയണേ. മുത്തശ്ശനാവാനാ? അതെ, അങ്കിളിന്റെ മോള് ഗർഭിണിയാണ്. സത്യമാണ്ടി പറയ കേൾക്കണേന്ന് ചോദിക്കുകയാണ്. ഇതേട്ടൻ പവിത്ര പറഞ്ഞു, അതേന്ന് പറയണ. മിടുക്കി, മിടുക്കി, ഇപ്പൊ എനിക്ക് സന്തോഷമായി. ഇന്ത്യ വരത്തിൽ അനന്തരാവകാശിയല്ലേ വരാൻ പോണേ. കൊള്ളാം, ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് വെയിറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വെയിറ്ററോട് കുറെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറയണം. കുറെ ഫുഡിന് ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ അതെല്ലാം വരുത്തിച്ച് അവിടെ ഇരുന്ന് ആർഭാട ബൂറ് വരുന്ന കഴിക്കുകയാണ്. ഈ കാഴ്ച കാണും പവിത്രയും ആരും പരസ്പരം നോക്കുകയാണ്. പിന്നീട് അയാൾ പറഞ്ഞു, ഇത്ര നല്ല ഫുഡ് ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ലെന്ന് പറയണം. പിന്നീട് പവിത്രയും കൂടെ വീട്ടിലേക്ക് പോരുവാണ്. അതിനുശേഷം കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ എന്ത് ചെയ്യുവാണ്? നന്ദ വീട്ടിലേക്ക് പോണ സമയത്താണ് വഴിക്ക് വെച്ച് അരുണിനെ കാണുന്നത്. അരുണിനെ കണ്ട് നന്ദ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോണ സമയത്ത് അരുൺ പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദ എന്താ എന്നെ കണ്ട് മിണ്ടാതെ പോണേന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തിനാ അരുണിനെ കണ്ട് മിണ്ടണം? ഇന്ത്യവരം കുടുംബമായിട്ട് എനിക്ക് യാതൊരു വിധ ബന്ധമില്ലെന്ന് പറയണം. അങ്ങനെ പറയരുത് നന്ദേ, ഒന്നുമല്ലെങ്കിൽ കുറെ കാലം അവിടെ കഴിഞ്ഞല്ലേ, എന്നിട്ട് എന്നെയൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകാൻ നന്ദയ്ക്ക് എങ്ങനെ സാധിക്കുന്നു ചോദിക്കാം. വേണ്ട അരുണേ, ഇനി എപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ വേണ്ടെന്ന് പറയണം. ഇത് കേട്ടത് അരുൺ പറഞ്ഞു, ഒന്നുമല്ലേലും ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്നറിയാവോ? നന്ദയോട് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നേന്ന് പറയാം. ഇത് കേട്ടപ്പം നന്ദ ചോദിച്ചു, എന്ത് സംസാരിക്കാൻ? എന്നോട് എന്താ അരുണിന് സംസാരിക്കാനുള്ളേ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നന്ദ ജീവിച്ചിരുന്നിട്ട് എന്താ പിന്നെ രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമേട്ടൻ ഒന്ന് ഫോൺ വിളിക്കുക പോലും ചെയ്യാത്തെ? അതിന് മാത്രം എന്ത് തെറ്റാ ഗൗതമേട്ടൻ ചെയ്തേന്ന് ചോദിക്കാം. നിന്റെ ഗൗതമേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നല്ലോ അവിടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ മരിച്ചു പോയെന്ന് കരുതിയിട്ട് എന്നെ കാത്തിരിക്കുമായിരുന്നു നിന്റെ ഗൗതമേട്ടൻ ചെയ്തേ? അല്ലല്ലോ, വേറെ കല്യാണം കഴിച്ചു നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ആ കുടുംബത്തിൽ വേറെ ആരാ കാത്തിരുന്ന് എനിക്ക് വേണ്ടിയിട്ട്? ഈ പറഞ്ഞ ലക്ഷ്മിയമ്മയോ? കൊള്ളാം, എനിക്ക് വേണ്ടി ആരും ആ കുടുംബത്തിൽ കാത്തിരുന്നിട്ടില്ല. ഞാൻ മരിച്ചു പോയത് നല്ല കാര്യമൊന്നും വിചാരിച്ചിരിക്കുന്നവരാ അവിടെ എല്ലാരും എന്ന് പറയണം. ഇത് കേട്ടതും ആരും പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത് നന്ദാന്ന് പറയണേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അല്ല നന്ദ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അതെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്കിപ്പൊ കിട്ടിയ ജീവിതത്തിൽ ഞാൻ സംതൃപ്തിയാന്ന് പറയണം. ഇത് കേട്ടത് ആരും ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ കിട്ടിയ ജീവിതം ആ നിർമ്മലിനോടൊപ്പമുള്ള ജീവിതമാണോ? അവന്റെ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നതാണോ നന്ദയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നന്ദ ഒന്ന് ഞെട്ടി. നന്ദ പറഞ്ഞു, അരണേ, വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടാൻ വരണ്ട കേട്ടോ എന്ന് പറയണം. ഞാൻ പറഞ്ഞല്ല, നാട്ടുകാർ മൊത്തം പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലത് കേട്ടു, അതുകൊണ്ട് അങ്ങോട്ട് ചോദിച്ചു പോയെന്നാ. സത്യം പറ നന്ദേ, അവനും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കും. ഇത് കേട്ട നന്ദ പറഞ്ഞു, അതിനുള്ള മറുപടി എന്തായാലും ഞാൻ ഇപ്പൊ പറയുന്നില്ലെന്ന് പറയാ. ആരും ചോദിച്ചു, എന്താ നന്ദ ഇങ്ങനെ പറയണെന്ന് ചോദിക്കാം. അതിനുള്ള മറുപടി പറയാനുള്ള സമയവും സന്ദർഭം ഇതല്ല അരുണേ. അതുകൊണ്ട് ഞാനതൊന്നും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മേലാല് ഇമ്മാതിരി ചോദ്യം ചോദിച്ചോണ്ടൊന്ന് എന്നെ ശല്യപ്പെടുത്താനായിട്ട് വരില്ല. ഞാൻ നിങ്ങൾക്കൊരു ശല്യമായിട്ട് ഇന്ന് വരെ വന്നിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ആരും പറഞ്ഞു, നന്ദയ്ക്ക് വരായിരുന്നല്ലോ എന്ന് പറയാം. വന്നു, 6 വർഷം മുമ്പ് ഞാൻ അവിടുത്തെ
ഇതെല്ലാം മതിയാക്കി പോകുന്നതല്ലേ ഇറങ്ങി ഇന്ത്യപുരത്തിന്ന്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അരുണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. പിന്നീട് ഗൗതം ഇങ്ങനെ ഇന്ത്യപുരത്തെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചിരുന്നത്. എന്നോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും പെരുമാറില്ലായിരുന്നു. ഇത്ര ചീപ്പായിട്ട് പെരുമാറില്ലായിരുന്നു. ഗെറ്റ് ഔട്ട് ഐസേന്ന്. അതൊക്കെ ഗൗതത്തിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതത്തിന് ആപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഗൗതം പെട്ടെന്ന് എന്ത് ചെയ്യണം, കൈയെടുത്ത് ആ ഭിത്തിക്കിട്ട് തുരിതര ഇടിക്കുവാണ്. അത് കണ്ടോണ്ട് പിങ്കി അങ്ങോട്ട് വന്നേ. പിങ്കി വന്നിട്ട് ഗൗതത്തിനെ പിടിച്ചിട്ട് ചോദിച്ചു, എന്താ ഗൗതം, എന്ത് പരിപാടിയെ കാണിക്കണേന്ന് ചോദിക്കാം. അതെ, കോൺക്രീറ്റ് ഭിത്തിയാ, അതിനിട്ട് ഇടിച്ച് ദേഷ്യം തീർക്കാൻ നോക്കണ്ട. കൈ വെറുതെ മുറിയുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗൗതം ഒന്നും മിണ്ടിയില്ല. ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുക. പിന്നീട് പിങ്കി പറഞ്ഞു, എന്താ ഗൗതം, എനിക്കറിയാം ഗൗതത്തിന്റെ മനസ്സിലെ ബുദ്ധിമുട്ട് എന്താന്ന്. നന്ദയോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ എന്ന് ചോദിക്കും. ആര് പറഞ്ഞു നിന്നോട് നന്ദയോടുള്ള സ്നേഹം ഉണ്ടെന്ന്? അതൊന്നുമില്ല, അതൊക്കെ നിന്റെയൊക്കെ വെറും തോന്നല് മാത്രമാണെന്ന് പറയണേ. പിന്നെ എന്തിനാ ഗൗതം നന്ദനെ കുറിച്ച് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ട ഉടനെ ഗൗതം ഇങ്ങനെ അസ്വസ്ഥനാന്നേ, അതിന്റെ കാര്യമുണ്ടോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു, അത് പിന്നെ നന്ദയോട് ഇഷ്ടം ഉണ്ടായിരുന്നു. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രണയം അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല. കുറച്ച് നാൾ മുമ്പേ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേങ്കില് ആ സ്ത്രീ വന്ന് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞോടുകൂടി തീർന്നു. അത് മാത്രമല്ല, ഞാൻ നന്ദേനെ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും ഞാനും അവളും തമ്മിൽ ചേരത്തില്ലാന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പിങ്കി വെച്ച്, എന്താ ഗൗതം നന്ദ അവിടെ ചെന്നപ്പോ എന്തെങ്കിലും പറഞ്ഞു ചോദിക്കുക. പിന്നീട് നന്ദ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിങ്കിയോട് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് പിങ്കി പറഞ്ഞു, നന്ദയുടെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നന്ദ പറഞ്ഞായിരിക്കും എന്ന് പറയാം. എന്ത് സാഹചര്യം? അവൾക്കൊരു സാഹചര്യം ഇല്ല. എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞ, ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല, ഗൗതം ആരാന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിങ്കിക്ക് മനസ്സിലായി ഗൗതത്തിന് ഭയങ്കര കട്ടക്കലിപ്പായെന്ന്. പിങ്കിക്കാണ് ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ സമയം നന്ദയാണ് പെട്ടുപോയത്. നന്ദ നിർമ്മലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിർമ്മലിനോട്. നിർമ്മല ചോദിച്ചു, നന്ദേ നിനക്ക് പറയാൻ മേലായിരുന്നോ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്നുള്ള സത്യം? എന്തിന്? ഞാൻ എന്തിനാ പറയണേ? ഇത്ര മോശമായിട്ട് അവരിങ്ങനെ സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ അതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു? ഗൗതം സാറിനൊന്ന് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. കുഞ്ഞിന്റെ പ്രായം ഒന്ന് കണക്കാക്കാനായിട്ട് പറ്റൂലോ. അങ്ങനെ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് സാധിക്കില്ലേ? ഇത് അതിനു പോലും മെനക്കെടാതെ ഓരോ കാര്യങ്ങൾ ഇല്ലാത്ത കഥകളൊക്കെ യോജിപ്പിച്ചുണ്ടാക്കുന്നത്. അതും എന്നെയും നിർമ്മലയും വെച്ച് എന്താ സത്യാവസ്ഥ എന്ന് പോലും മനസ്സിലാകാതെ ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞെന്നോർത്തോണ്ട് ഞാൻ അങ്ങനെ ആരെങ്കിലും വിളിച്ച ഉടനെ ആ കിടപ്പറയിൽ പോയി കിടക്കുന്നവളാണോ? എന്നെ കുറിച്ച് അങ്ങനെയാണോ ഗൗതം സാർ ഇത്രയും നാളും കണക്കാക്കിയിരിക്കുന്നേ? എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. ഇന്നലെ ഗൗതം സാറിനെ കാണുന്നതിന് മുമ്പ് വരെ എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് തന്നെ പറിച്ചു കളഞ്ഞാണ്. ഇനി ഒരിക്കലും എന്റെ മനസ്സിലേക്ക് അയാൾ വരത്തില്ല എന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.